നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോളെ, സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. സത്യമ്മേ, എനിക്ക് വേണ്ടത് അധികാരമല്ല, അതിനേക്കാൾ വലുത് എനിക്കെന്റെ മോള് തന്നെ. സത്യം മറന്നുള്ള ഒരു സ്ഥാനവും എനിക്ക് വേണ്ട. സത്യം മറന്നുള്ള സ്ഥാനോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ശാലിനി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ ശാലിനി. മോളെ, എന്റെ സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ നിനക്കായി തരിക. മോളെ, പകരം നീ എന്റെ മരുമകളായി, എന്റെ മകന്റെ ഭാര്യയായി മാത്രം നീ ഇങ്ങോട്ട് വന്നാ മതി. മോളെ, സത്യമ്മ പറയുന്നത് നമ്മൾ ഇത്രയും നാൾ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലേ? പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നത്? അമ്മ എന്തറിഞ്ഞിട്ടാ അമ്മ പറയുന്നത്? എന്നെ മാത്രമേ സത്യാമ്മ ക്ഷണിച്ചിട്ടുള്ളൂ. എന്റെ മോള് സത്യം പണം നൽകി അകറ്റി നിർത്താനാ. അതിന് എത്ര പണം വേണമെങ്കിലും സത്യമ്മ മുടക്കാൻ തയ്യാറാ. പണത്തിന് വേണ്ടി, ഇവിടുത്തെ അധികാരത്തിന് വേണ്ടി ഞാൻ എന്റെ കുഞ്ഞിനെ മറക്കണോ?